മരം ഈ സൈഡിൽ കൂടെയാണ് ഞാൻ എടുത്ത് കളയണം. എൻ്റെ മോനെ എടുക്കാനോ ഒന്നിനും പറ്റാത്ത ഈ അവസ്ഥയിൽ ഇപ്പൊ എത്ര 6 ഓപ്പറേഷനായി. എന്തിനാണ് ഇങ്ങനെ പാവങ്ങളായിട്ട് കീറി മുറിക്കണം? എനിക്ക് അറിഞ്ഞൂടെന്ന് പറയാത്തത് എന്തിനു ഈ അവസ്ഥ എൻ്റെ ഭാര്യയാക്കി? ഇത്രയും കടക്കാരൻ എന്നെ എന്തിനാക്കിയതില്ല? അത് പോയിട്ട് ബോർഡ് കാര്യം എന്ന് പറയുന്നത് എന്തിനു ഈ ബോർഡ് കാര്യം? എല്ലാ മനുഷ്യന്മാരാണ്, നമ്മളെല്ലാവരും ആപത്തുകൾ സംഭവിക്കാത്ത ആരുമില്ല. ബോർഡ് കാര്യം വന്നപ്പം നെടുവങ്ങാട് ആശുപത്രി എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് പ്ലാനിങ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, ഇങ്ങനെ ഒരു പ്രസവം നടന്നിട്ടില്ല, ഇങ്ങനെ മുറിവ് സംഭവിച്ചില്ല, നിങ്ങളെ ചോദിക്കപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അവിടെ തൂക്കണ ചേച്ചിമാരടുത്തോട്ട് കംപ്ലീറ്റ് വരെയും പറഞ്ഞ് ബോർഡുകാർ വന്ന് ഇവിടെ ഈ മുറിവ് നോക്കി, മെഡിക്കൽ ബോർഡിൽ നിന്ന് മുറിവും കാര്യം എല്ലാം നോക്കിയിട്ട് പറഞ്ഞ് നമുക്ക് നിന്റെ കഷ്ടപ്പാടും ദുഃഖമൊക്കെ അറിയാം, ഇതെല്ലാം സത്യമാണ്, നമുക്ക് മനസ്സിലായി, നമ്മൾ വേണ്ട പോലെ ചെയ്യാന്നില്ല എൻ്റെ അടുത്തും ഭാര്യ അടുത്തും പറഞ്ഞിട്ട് ഇവര് റിപ്പോർട്ട് കൊടുത്തേക്കണം. നെടുവാട് സ്റ്റേഷൻ ഞാൻ ചോദിച്ചാൽ പറയാന്ന് വെച്ചാൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിക്ക് ഞാൻ റിപ്പോർട്ട് കൊടുത്തേക്കണം. നമ്മളെ പോലെയുള്ള പാവങ്ങൾക്ക് എവിടെ നീതിയുണ്ട്? ഇപ്പൊ എന്റെ ഭാര്യ കീറി ഈ കാലിന്റെ ഇവിടെ നിന്ന് ഇത്രയും ഭാഗം കീറി പ്ലാസ്റ്റിക് സർജൻ ചെയ്തിരിക്കുക. ഇതിന്റെ അകത്തൂടെ ഈ 23 വയസ്സായ തൂറണത് ഈ മരം ഈ സൈഡിൽ കൂടെയാണ് ഞാൻ എടുത്ത് കളയണം. എൻ്റെ മോനെ എടുക്കാനോ ഒന്നിനും പറ്റാത്ത ഈ അവസ്ഥയിൽ ഇപ്പൊ എത്ര 6 ഓപ്പറേഷനായി. നമ്മളെ കൊണ്ട് എന്ത് പറ്റും? കടവും കാവലും മാച്ച് ചെയ്യണേണ്. വണ്ടി ഓടാൻ പോകാൻ പറ്റും. ഇവിടെ വേദനയും ബുദ്ധിമുട്ടും എടുക്കുമ്പം ഞാൻ വീണ്ടും മരുന്നും കാര്യവും മാറ്റി വീണ്ടും പോകും. ഈ കിംസും പ്രൈവറ്റ് ആശുപത്രി 2 ആശുപത്രിയിൽ നിന്ന് ഞാൻ പോയില്ലെങ്കിൽ എൻ്റെ ഭാര്യയിൽ നിന്ന് മരിച്ചിട്ട് ഇപ്പം 1 വർഷം അടുപ്പിച്ചായന. മെഡിക്കൽ കോളേജുകാരും നെടുവങ്ങാട് ബിന്ദുസുന്ദറും ഈ സ്റ്റീവൻ സാറും എല്ലാവരും കൂടെ ഓപ്പറേഷൻ ചെയ്യണം. എന്തിനാണ് ഇങ്ങനെ പാവങ്ങളായിട്ട് കീറി മുറിക്കണം? എനിക്ക് അറിഞ്ഞൂടെന്ന് പറയാത്തത് എന്തിനു ഈ അവസ്ഥ എൻ്റെ ഭാര്യയാക്കി? ഇത്രയും കടക്കാരൻ എന്നെ എന്തിനാക്കിയത്? ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ വന്ന് നിങ്ങൾ എല്ലാവരുടെ അടുത്തും പറയണത്. അത്രയ്ക്ക് അവസ്ഥയായതുകൊണ്ടാണ്. ഇപ്പൊ അവള് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 16-20 ദിവസം അടുപ്പിച്ച് ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടായി. നമ്മളീ പറയണ എന്തെങ്കിലും ഒരു ഇതായിട്ട് തോന്നെങ്കിൽ തിരക്കി നോക്കണം നമ്മളെ അവസ്ഥകൾ. ഇപ്പം കോടതി വരും, അവിടെ നിന്ന് നിങ്ങൾ APP വക്കീൽ വിളിക്കുമ്പോൾ നിങ്ങൾ പോയാൽ മതി എന്നാണ് പറഞ്ഞത്. പിന്നെ കേസ് കോടതി ആയിട്ടുള്ളതായിട്ട് ഒരു പേപ്പറിൽ ചെന്ന് ഒപ്പിടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ചെന്ന് ഒപ്പിട്ട് അതിനുശേഷം ഞാൻ വന്നു. പിന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ആദ്യം ഇതിന്റെ പരാതി കൊടുത്തിരുന്നു. പരാതി കൊടുത്തപ്പം ആ പരാതി മേലാണ് ആദ്യം മെഡിക്കൽ ബോർഡിൽ നിന്ന് 4 അംഗ സംഘം വന്ന് ആ അന്വേഷണം കഴിഞ്ഞ് അടുത്ത 7 അംഗ സംഘം മെഡിക്കൽ ബോർഡിൽ നിന്ന് വരുമെന്ന് പറഞ്ഞ്. അപ്പം ഈ സ്റ്റോമവേന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. എന്നിട്ട് 2 തവണയും ഞാൻ എൻ്റെ ഭാര്യ വയ്യാത്ത അവസ്ഥ ഒരു കൂട്ടുകാരൻ്റെ കാർ എടുത്താണ് 2 വട്ടവും ഞാൻ നെടുവങ്ങാട് കൊണ്ടുവന്നത്. 2 വട്ടവും കൊണ്ടുവന്നിട്ടും അവരെല്ലാവരും കൂടി ആലോചിച്ച് ഇങ്ങനെ സംഭവം ഇല്ലെന്നുള്ള രീതിക്ക് റിപ്പോർട്ട് കൊടുത്താണ് വിട്ടത്. പിന്നെ നമുക്ക് അതിൽ നിന്ന് ഒരുവിധ നിയമപരമായിട്ടുള്ള സഹായങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഈ സമയത്തും എൻ്റെ ഭാര്യയ്ക്ക് ഗവൺമെന്റ് ആശുപത്രി ആയിട്ടുള്ള ഓപ്പറേഷൻ നമുക്ക് പേടിയാണ്. കാര്യം ഇത്രയും മെയിനായിട്ടുള്ള ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്തിട്ടും ഈ സ്റ്റോമ ബാഗോ ഒന്നും ശരിയാവാതെ വേദന ഇത്രയും ബുദ്ധിമുട്ടായാണ്. വേറെ 2 ഓപ്പറേഷൻ തീരാവുള്ളതാണ് മെഡിക്കൽ കോളേജ് 3 ഓപ്പറേഷൻ ചെയ്തത്. ഞാൻ പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയെങ്കിൽ ഇത്രയും ഓപ്പറേഷൻ എൻ്റെ ഭാര്യയ്ക്ക് ചെയ്യേണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ ഗതികേട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ ഞാൻ ചെന്നത്. നമ്മളെ പോലെയുള്ള പാവപ്പെട്ടവർക്ക് ഏറ്റവും പെട്ടെന്ന് ചെല്ലാനുള്ള ഗവൺമെന്റ് ആശുപത്രി നെടുവങ്ങാട് മെഡിക്കൽ കോളേജും ഇവിടെ എല്ലാം. പക്ഷെ അവിടെ പോയിട്ട് എനിക്ക് സഹായം ഉണ്ടായില്ല.